ട്രിപ്പിൾ ഓം ശാന്തി. ഈ സൂര്യൻ അങ്ങനെ വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഭയങ്കര രസമല്ല. ഈ മരത്തിന്റെ ഇടയിൽ കൂടെ എല്ലാവർക്കും നല്ല വരട്ടെ. രണ്ട് കൈയിൻ്റെ ഇടയിൽ കൂടെ സൂര്യപ്രകാശം കൊണ്ടിരിക്കുന്നുണ്ട്. സർവ്വ ആത്മാക്കൾക്കും ലോകത്തിലുള്ള സമസ്ത ആത്മാക്കൾക്കും നല്ലത് വരട്ടെ. ഞാൻ മാസ്റ്റർ സൂര്യൻ, അതുകൊണ്ട് എന്റെ കയ്യിലാണ് ഇപ്പൊ സൂര്യൻ. ഓം ശാന്തി, ട്രിപ്പിൾ ഓം ശാന്തി. എല്ലാവർക്കും നല്ല വരട്ടെ കേട്ടാ, എല്ലാവർക്കും നല്ല വരട്ടെ. ഡ്രാമ അനുസരിച്ച് ബാബ എനിക്കൊരു പാർട്ട്ണറല്ല. അതിപ്പോ ഞാനത് പ്രത്യേകിച്ച് എന്താ പറയാ മുൻകൂട്ടി കണ്ട് സൂര്യൻ അവിടെ വരും, സൂര്യൻ അവിടെ ഞാൻ വരുന്നുള്ളത് കണ്ടിക്കണമെങ്കിലും ശരി, ഇന്ന് അവിടെ വന്നത് എന്ന് അതിന് ഡ്രാമയിലൊരു പാർട്ടുള്ളതുകൊണ്ടാണ്. ഇനിയിപ്പോ എന്നും അവിടെ വരുന്നുണ്ടോന്ന് വെച്ചാൽ വരുന്നുണ്ടാവും, ഇതിനേക്കാളും പവർഫുൾ ആയിട്ട് വരും. ഇന്നിപ്പോ ചെറിയ മഴക്കാറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതായിരിക്കുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ ആ മരത്തിന്റെ ഇടയിലൂടെ കാണുന്നുണ്ടോ, ആഹാ, നമ്മൾ കുറച്ച് നേരം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിൽ പ്രഭാവലയം. ഇതാണ് സത്യത്തില് ബാക്കിൽ പ്രഭാവലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ പറ്റും കൂടിയില്ല. സത്യത്തിലും കാണാൻ പറ്റില്ല, ത്രേതായുഗത്തിലും കാണാൻ പറ്റില്ല പ്രഭാവലയം. പക്ഷെ അതിന്റെ എഫക്റ്റ് ഉണ്ടാവും. മറ്റ് ചെറുതൊന്നല്ല, ചില്ലറയൊന്നുമല്ല, അതിസുന്ദരമാണ്. ആത്മാവിന്റെ സൗന്ദര്യത്തെക്കാൾ സൗന്ദര്യമുള്ളത് ഈ പ്രപഞ്ചത്തൊന്നും. ആ സൂര്യനൊക്കെ അങ്ങോട്ട് മാറി നിൽക്കും, ആത്മാവ് പാറായി കഴിഞ്ഞു. സൂര്യന്റെ പണി നോക്കി പോടെ എന്ന് പറയേണ്ടി വരും. കാരണം ലക്ഷ്മി നാരായണൻ തളങ്ങും, രാമസീതമാര് തളങ്ങും. ബാക്കി ആരൊക്കെ തളങ്ങുന്നുണ്ട് അവരൊക്കെ 33 കോടിയിൽ ഉത്തമം മധ്യമം കനിഷ്ഠ ആ രീതിയിൽ തിളങ്ങും. ആ തിളക്കം തിളങ്ങി കഴിഞ്ഞാൽ പിന്നെ പ്രപഞ്ചത്തിൽ വേറെ തിളക്കത്തിന്റെ ആവശ്യം വരില്ല. നിങ്ങൾക്ക് സൂര്യൻ ഉണ്ടാവൂലെന്നോ ചന്ദ്രൻ ഉണ്ടാവൂലെന്നോ അല്ല, ചന്ദ്രന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ചന്ദ്രന്റെ കാര്യം അഡ്വാൻസ് ടീം വേറെ പറയുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷെ പ്രപഞ്ചത്തിൽ പല സംഭവങ്ങളും നമ്മുടെ ഭൂമിയിൽ നിന്നും തെറിച്ചു പോയിട്ട് ഉള്ളതായിട്ടുള്ള പല ഉൽക്കകളും വീണ്ടും ഭൂമിയിലേക്ക് വരുന്നുണ്ടോ, അതോ ഭൂമിയുടേതല്ലാത്തത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ എന്തിൻ്റെങ്കിലും ഭാഗമായിട്ടുള്ളത്? ഒക്കെ പ്രപഞ്ചത്തിലൊരു ഭാഗമാണ്. അതിപ്പോ ഇങ്ങനെ വളരെയധികം വിഘടിച്ച് സ്തോരത്തിലേക്ക് വിടുന്നു. ഈ സത്യമൊക്കെ ആരംഭിക്കുമ്പോഴോ എങ്ങനെയാവും എനിക്കറിയില്ല, എന്നാലും ഊഹം വെച്ച് പറയാം. ഇപ്പൊ വളരെ വിശാലമായിട്ടുള്ള കലിയുഗം ബാബ പറയുന്നുണ്ട്, വളരെ അതിവിശാലമായ കലിയുഗം വളരെ സാരമായ സത്യയുഗത്തിലേക്ക് ചുരുങ്ങുന്ന പറഞ്ഞു. അപ്പൊ സത്യയുഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയിലെ ചെറിയൊരു ഭാഗം. ആ ചെറിയൊരു ഭാഗത്തിലേക്ക് ഇത് ചുരുങ്ങുമ്പോ ഭൂമിയുടെ ഘടന, അപ്പൊ ഇത്രത്തോളം ഭൂമി ഉണ്ടോ അത്ര തന്നെ വലിപ്പം സത്യത്തിലാവുമ്പോ ഭൂമിക്ക് ഉണ്ടാവുമോ? ചിന്തിക്കേണ്ട വിഷയമാണ്, വളരെയധികം ചിന്തിക്കേണ്ട വിഷയമാണ്. ഈ പ്രപഞ്ചത്തിന് അത്രയും ഗാലക്സികളായിട്ടുണ്ടോ, അത്രയും ഗാലക്സികൾ സത്യയുഗം ആരംഭിക്കുമ്പോൾ ഉണ്ടാവുമോ? ചിന്തിക്കേണ്ട വിഷയമാണ്, വളരെയധികം ചിന്തിക്കേണ്ട വിഷയം. സയന്റിഫിക്കലായിട്ട് ഇത് ചിന്തിച്ചു കഴിഞ്ഞാൽ നിരവധി. കാരണം ഇതിനൊക്കെ ഉത്തരം കൊടുക്കണം. ആര് കൊടുക്കണം? നല്ല യോഗികൾ കൊടുക്കണം. നല്ല യോഗികൾക്ക് ഇതിന്റെ ഉത്തരം കൊടുക്കാനായിട്ട് സയന്റിഫിക്കൽ പ്രൂഫുകൾ, കാരണം ഇതൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കണ്ടേ? വിശ്വസിപ്പിക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. വിശ്വസിപ്പിക്കലല്ല പ്രധാനം, അതിന്റെ സയന്റിഫിക്കൽ പ്രൂഫ് കൊടുത്ത് മിണ്ടാതാക്കലാണ്. ട്രിപ്പിൾ ഓം ശാന്തി.